അടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ചായപ്പൊടിയും അല്ലേ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാം അല്ലേ. ആന ഇപ്പം ഇതിനെ പാസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ആന തകർത്ത കമ്പി കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? കരടി മതിയോ? എവിടെ? ആ മരം കണ്ടില്ലേ? ആ മരത്തിന്റെ ചുവട്ടിൽ കരടി മാന്തിയതാണ്. പോത്തിനെ വളർത്തുന്ന ഇവരാണ് കണ്ടോ, തൊഴുത് അത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ വിട്ടാലോ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇതേ വൈൽഡ് വില്ലേജാണ് കേട്ടാ. അപ്പോൾ വൈൽഡ് വില്ലേജ് സ്റ്റേ ചെയ്തപ്പോൾ നമ്മുടെ അവിടെ തന്നെ താമസിക്കുന്ന നമ്മുടെ പയ്യുണ്ട്. ഇവൻ കാട്ടിനുള്ളിലാണ് വസിക്കുന്നത്. ഇവനാണ് കാട്ടുചാതി. എന്താടാ പറടാ പേര് പറയും? രഞ്ജീവാ. ഓക്കെ, അടിപൊളി. ഇവൻ്റെ നാട് കുറച്ച് ട്രൈബൽസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കുറച്ചുകൂടെ ആക്സസ് കിട്ടാൻ ഇവനെ പോലെ ഒരാളെ കിട്ടിയോണ്ട് ഉപകാരമായി. കാരണം ഇവർക്ക് വരെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും അറിയാം അല്ലടാ. പിന്നെ അപ്പോൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തൂടെ നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ല പുലിയോ ആനയോ വന്നാൽ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം, ഒന്നില്ലെങ്കിൽ കാണാം. അപ്പോൾ ഞങ്ങൾ ഇതേ കുറച്ച് മൂവ് ചെയ്യാൻ പോവാണ്. നടക്കാണ്ടില്ലടാ, നടന്ന് കാട്ടിനുള്ളിലൂടെ പോവാ അല്ലേ? നടന്നു പോവാ. കാട്ടിനുള്ളിൽ കൂടെ അല്ലേ പോവാ? കാട്ടിനുള്ളിൽ കൂടെ. കൊടും കാട്ടിനുള്ളിലൂടെയാണോ? കൊടും കാടല്ല, കോരവനാണോ? കോരവനൊന്നല്ല, അത്യാവശ്യം വഴി കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ ട്രൈബൽസിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് ചെന്ന് അവരുടെ വിശേഷങ്ങളും നാടൊക്കെ ഒന്ന് നമുക്ക് കണ്ടാലോ. വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടോ ഒരുപാട് ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട്. പൊള്ളിക്കണം നമുക്ക്. ഏറ്റവും പേടിയുള്ള ഒരാളായിരുന്നല്ലോ ഞങ്ങളുടെ കയ്യിൽ, ഞാൻ തന്നെ. അതാണ് ഏറ്റവും വലിയ കോമഡി. ബ്രോ ആദ്യമായിട്ടാണ് കാട്ടിലോട്ട് കയറുന്നത്? കാട്ടിൽ കയറാറുണ്ട്, ഇങ്ങനെ ഒരു കയറ്റം മതി. അതെ കേട്ടാ, നോക്കാം നമുക്ക് എങ്ങനെ കയറാൻ പോകുന്നത്. എങ്ങനെയാണ് ബ്രോ നമ്മൾ പോകുന്നത്? നമ്മളിത് ഈ വഴി. ഓ മോനെ അല്ലാ പോയേക്കാം. കൊടും വനത്തിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. കുറച്ച് തള്ളു കയറ്റിയാലോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീടിൻ്റെ അവിടെ പുലി വന്ന് പോകാറുണ്ട്. എടാ പുലിക്ക് ഞങ്ങൾ തീറ്റ കൊടുക്കാറുണ്ട്. അയ്യാ കല്ലിയങ്കാട്ട് നീലി കരണ്ടുള്ള കമ്പിയിലൂടെ കിടക്കുന്ന മിസ്റ്റർ ഹനീസ്. ഞാൻ ഇവിടെ ഇതിങ്ങനൊന്നല്ലടാ. ഓ ഏതാ ആദ്യം നടത്താം. കൊടും കാട്ടിലൂടെ യാത്ര. സത്യം പറയാലോ ഓൻ്റെ ധൈര്യത്തിലാണ് ഞങ്ങളെല്ലാവരും. ഓൻ പറയുന്ന വഴിയിലൂടെ ഞങ്ങൾ പോവും. ഇല്ലടാ, നീ പറയുന്ന വഴിയിലൂടെ പോവും. ഓടാൻ വേണ്ടിയിട്ടല്ലേ? ആന വരുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഓടേണ്ടി വരും. ഞങ്ങൾ കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്രയാണ്. തിരുവനന്തപുരം വരെയാണ്. ഒരു വർഷം കഴിഞ്ഞു തിരുവനന്തപുരത്ത് എത്താൻ. ഐ എം ട്രാവലിംഗ് വിത്തൗട്ട് മണി. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ കാടിൻ്റെ ഇരുട്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കാട് ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ. ബാക്കിൽ ഒരു വ്യക്തിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇതിന് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഈ മച്ചാൻ ഇതിനെ ഒറ്റയ്ക്ക് വരാറുണ്ട് പറഞ്ഞു. ഇവർക്ക് പിന്നെ നമുക്കിതൊരു പുതുമയായിട്ട് തോന്നും. ഇവർക്ക് പിന്നെ ശീലമായി, അതാണ് സംഭവം അല്ലടാ. ശീലമായില്ലേ? ആന ശരിക്കും ഇറങ്ങാറുണ്ട്? ആനയും പുലിയൊക്കെ നിങ്ങളെ ഏരിയയിൽ ഇറങ്ങാറുണ്ട്. ആനക്ക് തീ വഴിക്കാനുണ്ടാവോ? ഇവിടൊക്കെ ഇങ്ങനത്തെ കാടുകളിലാ? ഇങ്ങനത്തെ കാടുകളിൽ മെയിനായിട്ട് ആന വരുന്ന മുളയുടെ ഇത് എലൂരി തിന്നാനാണ്. ഓഹോ അങ്ങനെ. എത്ര ദൂരമുണ്ട് നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്ര? വീട്ടിലേക്ക് കുറച്ച് ദൂരമുള്ളൂ, ഒരു 100 മീറ്റർ. അതെ അല്ലേ. നമുക്കിത് എന്തൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ ജനങ്ങൾക്ക്? നമ്മുടെ ജനങ്ങൾക്ക് ഇനി നമുക്ക് കുറച്ച് കോളനി കാണിച്ചു കൊടുക്കാൻ പറ്റും. കോളനി കാണിച്ചു കൊടുക്കാൻ പറ്റും. ട്രൈബൽസിന്റെ പിന്നെ കാടിനുള്ള ഒരു ഗ്രൗണ്ട് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഓ ഓക്കെ, അടിപൊളിയാ. വെള്ളച്ചാട്ടം ഉണ്ടോ? വെള്ളച്ചാട്ടം ഒന്നുമില്ല. ഓക്കെ, അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു VFX ഒക്കെ ഇട്ട് കയറ്റാം വെള്ളച്ചാട്ടം. ഇതൊരു കാട്ടുമാങ്ങയാണ്. ഈ മാങ്ങ ആയിക്കഴിഞ്ഞാൽ ഫുൾ ടൈം ആന ഇതിന്റെ അടിയിൽ തന്നെയാണ്. ഏത്? ഈ മാങ്ങ ഈ കാണുന്നു മാങ്ങ. എവിടെ മാങ്ങ? അതാ മാങ്ങ മരം നോക്ക്. ഓ ഈ വലുത് മോനെ, ഒരു വലിയ മാവ്. ഇതെങ്ങനെയാ? ഇത് പുഴങ്ങി വീണതല്ലേ?
ഇവിടെ ഉണ്ടോ ഒരു ചേച്ചി ചുള്ളിക്കമ്പുകളൊക്കെ പെറുക്കി വിറക് സെറ്റാക്കുക അല്ലേ? അല്ല ഈ ഏരിയയിലുള്ള മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ അല്ലേ? വീട്ടിലോട്ടുള്ള ചുള്ളികളൊക്കെ പെറുക്കി വിറകിലാക്കി ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇത് ആനപ്പിണ്ടം അല്ലേ? അപ്പൊ ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ആന പോണേ. ഫ്രഷാണോ? ഫ്രഷ് അല്ല, 2 ദിവസം പഴക്കമുണ്ട് അല്ലേ? ഇതാ ചേച്ചിയുടെ പട്ടിയാവൂല്ലേ? സേഫ്റ്റിക്കായി കൊണ്ടുപോണ ചേച്ചി. നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? വിറക് സെറ്റാക്കാവൂല്ലേ? ആടെ വേറെ നായ്ക്കളുണ്ടോ ചേച്ചി? ആടിന്റെ സേഫ്റ്റിക്കാ? നിങ്ങളുടെ തന്നെ ചേച്ചി വളർത്തുമ്പോ ഈ ചേച്ചിയുടെ കൂടെ വരുന്ന പട്ടികളാട്ടോ. അവിടെ കുറെ ചേച്ചിമാരുണ്ട്. അപ്പൊ അതിന് ചുറ്റും കാവലായി നിൽക്കുന്ന പോലെയല്ലേ ഈ പട്ടികള്? ഇതിന് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ബ്രോ? ബൈക്കൊക്കെ പോകുന്നുണ്ടല്ലേ? ബൈക്കും കാറൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വഴി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളിത് കുറേയൊക്കെ നടന്നിട്ട് ഇപ്പോൾ അവിടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഇല്ലടാ? അവിടെ എത്തിയോ? ഓ ഇവൻ്റെ വീടായി കാണണേ. ഓഹോ എത്തിട്ടാ. ഏറെക്കുറെ നമ്മളെത്തി. ഇവൻ്റെ നാട്ടിലോട്ട് എത്തി. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോവും മറ്റുള്ള സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ആ ഇവിടെ മിക്ക കാലത്തും പട്ടികളുണ്ടാവും ബ്രോ. കാടേരി ബ്രോ തീരെ പേടില്ലാത്ത ഒരാളാണ്. അങ്ങനെ വീഴാൻ പോവും. നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടാ. എന്നാലും തലമുട്ടിയ പോലെ. അയ്യോ പട്ടി ഓടിക്കൂ. എടാ വന്ന് പിടിക്കടാ. തലമണ്ടടിച്ച കുട്ടി. അയ്യോ രോഷാകുലനായി അനീസ്. പേടിത്തൊണ്ടനായി ഞാൻ. അല്ലാഹുമ്മ സല്ലി. ഭയങ്കര ഇണക്കല്ലടാ. അമ്മേ നമസ്കാരം. അമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ കയറടാ ഉള്ളില്. ഉള്ളിലേക്ക് കയറടാ. എന്താ വയറ് കിട്ടും. ഓക്കെ നമ്മളിതേ മച്ചാൻ്റെ വീട്ടിലെത്തിയിട്ടാ. അമ്മേ അട്ട ഷൂ ഇടാന്ന് പറഞ്ഞതാ. ഇല്ല സംഭവം ഒന്നുമില്ല. ഞാൻ അത് വാടിക്കടിച്ചായിരുന്നു. അട്ടക്കും കഥ ഉണ്ടോ? പറഞ്ഞോളൂ. അട്ട ട്രീറ്റ്മെന്റ് ഫോർ അശുദ്ധ രക്തം. പിന്നെ നമ്മള് വേരിക്കോസ് അല്ലേ? വേരിക്കോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതല്ലേ ആയുർവേദിക്കിന്റെ കുറെ ഏരിയയിൽ ഉണ്ടാവില്ല. ആയുർവേദിക്കിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ. അതെ അതെ അതെ. അട്ട 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 അട്ടനെ ഉപ്പിട്ട് കൊല്ലുന്നു. അപ്പൊ അവന്റെ വീട്ടിൽ നിന്ന് നമ്മള് വെള്ളം റീഫിൽ ചെയ്തു. അങ്ങനെ നമ്മള് പോവാണ്. ചെക്കൻ മുണ്ടൊക്കെ എടുത്തിട്ടാട്ടോ അട്ടക്കടി ഏൽക്കാന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. എന്താ ദൈവപുര? ഓക്കെ ഓക്കെ. ഇവിടെ വെച്ചിട്ട് കല്യാണം കാര്യങ്ങൾ നടക്കുക. വാ ഇതെന്താ സംഭവം ആക്ച്വലി? ഇത് പകൽ വീട് എന്ന് പറയും. ഇവിടെ വെച്ചാണ് കല്യാണം കാര്യങ്ങൾ. തറവാട് വീട്. കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ആരുടെ? ഇവിടെ ആരെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ. നിങ്ങളുടെ തറവാടാ? തറവാട് എന്നല്ലേ പറയാ? ഇവിടുന്ന ചേച്ചിയുടെ പേരെന്താ? അതൊക്കെ നടത്തി കൊടുക്കുന്ന ഈ കല്യാണം നടത്തി കൊടുക്കുന്ന ആള് മീൻസ് പൂജാരി അങ്ങനെ ആരുണ്ടോ?
അങ്ങനെ ആരുമില്ല. അതെന്താ അറിയോ, ലൈക്ക് നമുക്കൊരു തറവാട് ഉണ്ടാവില്ലോ, അങ്ങനെ ഇരിക്കുമല്ലേ, ആ തറവാടിന്റെ ഒരു പ്രോപ്പർ സ്ഥലം ഉണ്ടാവല്ലോ. അപ്പൊ കാർണർ വന്നിട്ട് ഇവിടുന്ന് അതിന്റെ പരിപാടി ചെയ്യുന്നുണ്ടാവും. ആക്ച്വലി ഇത് ആന ഈ കമ്പി ഉണ്ടോ, ആനകളൊക്കെ വരുമ്പോ ഒന്ന് ഇതിടാൻ വേണ്ടിട്ടാ. പക്ഷെ 2 യൂസ് ഉണ്ട് ഇല്ലേ ചേച്ചി? ഉണക്കാനും ഇവിടെ അവിടെ ഡ്രസ് ഉണക്കാനിട്ടിരിക്കുന്നു ബോയ്സ്. ആ ആന വരാറുണ്ടോ? പൊന്നു ദേ വയല് കണ്ടോ? ഓ തൊട്ടപ്പുറത്ത് വയല്, അപ്പുറത്ത് കൊടുമ്പനം. ഇതൊരു പഴയ കിണറുണ്ട് കേട്ടോ അവിടെ. ഈ ബാക്കിൽ കാണുന്ന വയൽ കണ്ടോ? ഈ വയലിൽ നിന്നാണ് ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് ആനകൾ ഇറങ്ങാം. അല്ലടാ, കൂട്ടാനകൾ വരാറുണ്ടാ? ഒറ്റാന വരിക? ഇത് എന്തിനീ വരുന്ന ഇറങ്ങി വരുന്ന നമ്മൾ ഇവിടുത്തെ അരി ഇത് കഴിക്കാൻ, നെല്ല് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇങ്ങനെ കിടക്കണം എന്നൊക്കെ പറയണ്ട ആശാൻ. ചാണകപ്പിണ്ടല്ലോ മുത്തത്. ഇവിടെ മൊത്തം കമ്പി കേട്ടോ. എടാ ഇതിന് കറണ്ട് ഉണ്ടായിരുന്നോ? ഇടാൻ വേണ്ടിയിട്ടില്ലേ? പക്ഷെ അത് ആര് തകർത്ത്? ഇതൊക്കെ ആന തകർത്ത തന്നെ. ഇതൊക്കെ ആന തകർത്ത കമ്പി കണ്ടോ നിങ്ങള്? ഇത് കണ്ടോ? ഫുള്ളിങ്ങനെ ഇട്ടുണ്ട് കേട്ടോ എൻ്റെ വരെ. പക്ഷെ ആനന്നെ ഇടിച്ച് തകർക്കൂടാ. ശരി, അത് ആന തന്നെ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇവിടേക്ക് എങ്ങനെയാ പണ്ട്? ഇവിടൊക്കെ പണ്ട് ഫുള്ള് ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിരുന്നു. പിന്നെ പഞ്ചായത്തിലൊക്കെ വീട് പാസ്സായി, എല്ലാരും പുതിയ പുതിയ വീട്ടിലേക്ക് താമസം മാറി, ഇങ്ങനെയൊക്കെ ആയി. ഇപ്പൊ കുറച്ച് വാർത്ത ഇല്ലേ, കുറച്ചുകൂടെ അവർക്ക് കുറച്ചുകൂടെ സെറ്റപ്പായി. അതന്നെ വലിയ കിട്ടലാണ്. ഇവിടെ ഒരു കളിക്കാറുണ്ടോ? ഇവിടെ കളിക്കാറുണ്ടോ നിങ്ങള്? ഇവിടെ കളിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊന്നും കളിയും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാരും ഹോസ്റ്റലിലും കാര്യങ്ങളിലൊക്കെ പഠിക്കാൻ പോയിട്ട്. ഓ, ഒരു ചെറിയൊരു ഇതാണ്ടോ തോട്. വെറുതെ ഇറങ്ങിയതാ. അതൊക്കെ ഒന്ന് കാണിക്കാം നമുക്ക്. അത് നമ്മളെ ചേച്ചിയാണ്. അല്ല അത് അതങ്ങോട്ട് പോലെ എന്ത് കൊടുക്കുമ്പോഴും ഇവർക്ക് ഇത് കൊടുക്കൂലേ, ഒരു ബോർഡ് കുത്തൂലേ ഇവിടെ? നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിന് അണ്ടറിൽ വരുന്നതാണ് ഇതൊക്കെ അല്ലേ? ഒരു മിനിറ്റ് നമുക്ക് കുട്ടനുണ്ടാക്കി വീട്ടിൽ നമസ്കാരം. എവിടെ വാ ചോദിക്കട്ടെ. പേരെന്താ? നൈസ് ടു മീറ്റ് യു. എത്രല്ല പഠിക്കുന്നേ? 6ലാ? എവിടെ പഠിക്കുന്നേ? അമ്പലവയൽ. അപ്പൊ എങ്ങനെ പോവാ? ഹോസ്റ്റലിൽ നിന്ന് അവിടെ നിന്ന് പഠിക്കുക? ആ, അപ്പൊ ലീവിന് വന്നാ? പഠിക്കില്ലേ? പഠിക്കണം കേട്ടാ, പഠിച്ച് വലിയ ആളാണോ? ആ, ഇവിടെ മുറുക്കാൻ വെക്കുന്നുണ്ടോ അവിടെ? അത് അടക്കിയല്ലേ? നമ്മുടെ നോർമൽ തന്നെ അല്ലേ? ഹായ് ബ്രോ. ക്ലേ ആണ്ടോ കളിമണ്ണ് ഇവിടെ? പ്ലക്കോ? ഇത് നമ്മളെ ചേച്ചിയാണ്. നമ്മളെ മെയിൻ ചേച്ചിയാണ് വിലാസ് നേച്ചർ വീടാ. ഓ, കോഴിക്കോടാ? അവിടെ എല്ലാം ഉണ്ട് കേട്ടാ. കോഴിക്കോടുണ്ട്,
ആ അതിനെന്താ പറയാ, എന്ത് വീടാ? കിനിക്കോഴി. യെസ്. ഒക്കെ മുള കൊണ്ട് ഉണ്ടാക്കില്ലേ? പട്ടി നമ്മളാണ്ട് പേടിച്ചു വിടാണോ പാവം. ഒക്കെ മുളക് കൊണ്ടാണ് സെറ്റ് ആക്കിയിരിക്കുന്നത് കേട്ടോ കൂടൊക്കെ. ചേച്ചി നമസ്കാരം. ഇതെന്താ അടുക്കളയാ? പുറത്തടുക്കളയാ? കുളിക്കണം അങ്ങനെ പഠിക്കാം അല്ലേ? അല്ല അല്ലേ, എല്ലാവരും ഇപ്പൊ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന പഠിക്കാം അവിടെ. അപ്പൊ ആ മോളെ പരിചയപ്പെട്ടപ്പോൾ ആ മോളെ അവിടെ നിന്ന് പഠിക്കാണോ? ചെറിയ കുട്ടി അല്ലേ? എല്ലാവരും അവിടെ പോയി പഠിക്കാം അല്ലേ? പഠിപ്പ് വെരി ഇമ്പോർട്ടൻറ്റ്, എഡ്യൂക്കേഷൻ അല്ലേ? അതെ അതെ അതെ. അതായത് ഇവിടെ കുട്ടികൾക്ക് പോയി വരാനും ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് പഠിക്കുക അല്ലേ? ഗവൺമെന്റ് സ്കൂളിനല്ലേ? എല്ലാം ഗവൺമെന്റ് സ്കൂളല്ലേ? മോൾ എത്ര മക്കളാ ചേച്ചിക്ക്? എത്രയിൽ പഠിക്കുന്ന എല്ലാവരും? പ്ലസ് 1 പ്ലസ് 2 അങ്ങനെ അല്ലേ? ഓക്കെ. ഇത് വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ ചെറിയൊരു അല്ലേ? ഓ നമ്മുടെ കൂടെ വേൻ അപ്പോൾ ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ആ ഇതെന്താ ചേച്ചി? ഒരു വീട് ഉണ്ടാക്കിയ ഞങ്ങള് ചുറ്റുവീടായിട്ട് ഉണ്ടാക്കിയതാ. ചുറ്റുവീട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചേച്ചി ചുറ്റുവീട് പറഞ്ഞാ? ഞങ്ങളെന്താ ഈ എന്താ പുല്ല് കൊണ്ടൊക്കെ മടഞ്ഞിട്ടുണ്ടാക്കില്ലേ ഞങ്ങളെ പഴയത്, അതായത് നിങ്ങളുടെ പഴയൊരു രീതി. മണ്ണൊക്കെ ഇട്ട് തേച്ചാ വൃത്തിയാക്കിട്ട്. ഇനി ഈ സംഭവം മണ്ണിട്ട് തേക്കോ? ഒന്ന് പറഞ്ഞു തരുമോ അത്? അതായത് ഇതിങ്ങനെ ആക്കി ഇനി ഈ മുളയുടെ മുകളിൽ കൂടെ മണ്ണ് തേമ്പോ? മണ്ണ് തെച്ച് തേച്ച് ചാണകം ഇട്ട് അതിലും ചാണകം ഇട്ട് നല്ലോണം തേച്ച് വൃത്തിയാക്കിയ ശേഷം അങ്ങനെ ഇപ്പൊ ഒരു പണിക്കായ കാരണം ഞാനിപ്പോ കുറച്ച് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഈ വീട് ഉണ്ടാക്കിയിട്ടും ഈ വീട് വീണ്ടും ഉണ്ടാക്കാൻ കാരണം ഞങ്ങൾക്ക് ഇതാ ഇഷ്ടം കേട്ടോ, സത്യം പറഞ്ഞാല്. അതിന്റെ കാട്ടിലും സത്യം എന്ന് വെച്ചാല് പിന്നെ അകത്താണെങ്കിൽ നല്ല സുഖത്തില് ഭക്ഷണം കഴിക്കുക. മണ്ണിന്റെ ആണല്ലോ, നമുക്ക് വെയിലാകുമ്പോ അവിടെ കയറി കിടക്കാൻ പറ്റൂ. പിന്നെ എല്ലാത്തിനും തണുപ്പാണ്. ഇതിനേക്കാൾ ബെറ്റർ ഇതാ. എന്തൊക്കെയായാലും നമ്മൾ വന്ന ഒരു ഇത് പിന്നെന്താ അതെ. അപ്പൊ ഇതൊക്കെ മടിഞ്ഞ് കുറച്ച് എന്താ തെരിപ്പുല്ലെന്ന് പറയും ഈ സാധനം. തെരിപ്പുല്ല്. അപ്പൊ ഇത് വൈക്കോലല്ലേ? അല്ല. ഇതപ്പോ എന്താ പറയുന്നത്? തെരിപ്പുല്ലെന്ന് പറയും. അത് കാട്ടിലാണ് കിട്ടല്. അപ്പൊ അതിനെ അവിടെ വെച്ചിട്ടാണ് കുറച്ച് പറിച്ചു കൊണ്ടത്. ഭയങ്കര പണിയാണ് ഇത് കൊണ്ടുവരുന്ന പണിക്കല്. ഓ റിസ്ക് ആണല്ലേ? അപ്പൊ എങ്ങനായിട്ട് അപ്പൊ ഞാൻ കുറച്ച് സുഖം. അപ്പൊ നിങ്ങള് അവിടെ കിടന്നില്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്കും? ഞാൻ ശരിയോടെ തന്നെ. ഇപ്പൊ സ്ഥിരം കിടക്കണേ? അതല്ലേ അതന്നെ സുഖടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് സംഭവം. തണുപ്പടിച്ച് കൈക്ക് വാദം വരുന്നത് നമ്മളെല്ലാം ബിൽഡിംഗ് താമസിച്ചിട്ടുള്ള ചാണക കളിമണ്ണോ? കളിമണ്ണ് അല്ലേ? അപ്പുറത്തോളം തൊട്ട് നോക്കാം. അത് നല്ല കട്ടിയ സിമെന്റിന്റെ പോലെ കൂടി വൃത്തിയായ നല്ല വൃത്തി ഉണ്ടാവും. തേച്ച് കഴിഞ്ഞാ അല്ലേ? ബ്രോ നിങ്ങള് ഒരു കാര്യം ഇനി വന്നേ വാ. നിനക്ക് ചെരുപ്പുള്ളല്ലേ? ചേച്ചി ഒന്ന് പോയിട്ട് ഒന്ന് പറഞ്ഞേ എല്ലാം. നീ ചേച്ചിയുടെ കൂടെ എന്താ ക്ലീൻ അല്ല? രീതിയുണ്ടോ? കുഴപ്പമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു 7 ദിവസത്തിന് ഭക്ഷണം കഴിച്ചു. അതിന് കയറില്ല. പറയണോട് പ്രശ്നമൊന്നുമില്ല, പുതിയ അറിവാണത്. കാരണം അത് പുതിയ അറിവുകളാന്നൊക്കെ എനിക്ക്. പാവം ഇപ്പൊ തേച്ചിട്ടുള്ളൂ. കൂടുതൽ അമർത്തി കഴിഞ്ഞാലേ അതെ. ഇവിടെ ഉണ്ടോ? ഓക്കെ. ഇത് ഞാനിവരെ വീടിന്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കിയാ കേട്ടോ. അവിടെ ഒരു കുഞ്ഞ് അടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ചായപ്പൊടിയും അല്ലേ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാം അല്ലേ? ഇത് വെള്ളം കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ കിടക്കാറ് ചേച്ചി നിലത്തെ കിടക്കുക നിങ്ങള്? ഓ ഈ കുറച്ചുകൂടെ പണി ചെയ്തപ്പോ ഉണ്ടല്ലേ ചേച്ചി? അതാ മണ്ണൊക്കെ കൊടുത്തിട്ടിട്ട് കളിമണ്ണും ചാണകവും അല്ലേ? അതെ അതെ. ഉണ്ടാവും. അതായത് ഒരു വീടിന്റെ പിന്നില് ടെറസ് വീട്ടിലാണ് ഫ്രണ്ടിലൊക്കെ ഉണ്ടാവും. ശരി ശരി ശരി. ഞാൻ പാണ്ട് വരാം. വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് മെൻസസ് പീരീഡിന്റെ ടൈമിൽ ഇവര്
പല കാര്യങ്ങളും ചെയ്യില്ല സ്ത്രീകൾ. ഈവൻ ഭക്ഷണം പോലും ഉണ്ടാക്കില്ല. വേറെ എന്തൊക്കെയുണ്ട് ചേച്ചി? ഭക്ഷണം ഉണ്ടാക്കൂല? ഞങ്ങള് അപ്പൊ ഫസ്റ്റ് അങ്ങനെ ആയാല് ഉള്ളു കയറൂല. അപ്പൊ ഭക്ഷണം, പാത്രങ്ങള്, പിന്നെ ചായ, കാപ്പി എല്ലാം ഞങ്ങൾക്ക് മക്കളും ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ അതേപോലെ പിന്നെ ഞങ്ങൾ റെസ്റ്റാന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കും. ഭക്ഷണത്തിലൊന്നും കയറണ്ട, കിച്ചണൊന്നും കയറണ്ടല്ലോ, അതുകൊണ്ട് റെസ്റ്റ് ഒന്നും ഞങ്ങൾ അങ്ങനെ പാടില്ല. നിങ്ങളുടെ ഒരു രീതിയാണ് അങ്ങനെ പാടില്ല, നമുക്ക് തൊടാനും പാടൂല. അങ്ങനെ കിടക്കുന്നു, അത് മനസ്സിലായി. കിടക്കുന്ന ഹസ്ബൻഡാണ്, അതും തൊട്ടടുത്തും പാടില്ല. വേറെ അപ്പൊ ഞങ്ങളെ പായ, പുതപ്പ്, അങ്ങനെ. പിന്നെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇവിടെ തന്നെ കിടക്കുക, ഉള്ളിൽ തന്നെയാണ്, പക്ഷെ വേറെ കിടക്കോ? പുറത്താ കിടക്കുക. വീടിന്റെ പുറത്തോ? വീടിന്റെ പുറത്തോ? അപ്പൊ പ്രശ്നമില്ലേ ചേച്ചി? പ്രശ്നമാണ്, പക്ഷെ എന്നാലും പ്രശ്നമാണ്. അതായത് ഇപ്പൊ കുറച്ചൊക്കെ സേഫ്റ്റി ഉണ്ട് ഇവിടെ, വീടും കുടികളും. പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലല്ലോ, അതാ ഞാൻ ചോദിച്ചേ. പണ്ടത്തൊക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ പുറത്തന്നെ കിടക്കും നിങ്ങള്? അപ്പൊ ഈ ആനയും പുലിയൊക്കെ വന്നാലോ? ഒരു ദൈവത്തിന്റെ വിശ്വാസം. പിന്നെ ഞങ്ങൾ അമ്പലത്ത് ഞങ്ങള് എല്ലാം ഉള്ള കാരണന്മാര് അവിടെ ഉള്ളപ്പോ അതുകൊണ്ട് ഞങ്ങൾ അവര് ഇതിലാണ്, അവര് പണ്ടിൽ എങ്ങനെ നടത്തി ഫോളോ ചെയ്തത് നിങ്ങളും അതുപോലെ പിന്തുടരുന്നു അല്ലേ? പിന്നെ അങ്ങനെ വെച്ച് പരമ്പരാഗതമായി അത് മാത്രം. പിന്നെ ചെറിയ കുട്ടികൾ ഇങ്ങനെ വയസ്സ് പ്രായം തികയുന്ന സമയമുള്ളൂ. അത് അതേപോലെ തന്നെ അവർക്ക് ഒരു മാസം വേറൊരു കുടി എത്തി വേറൊരു വീട്ടിലാണ് കുട്ടീനെ താമസിപ്പിക്കുക, പെൺകുട്ടികളെ അവിടെ ഒരു മാസം. അത് ഒരു കൂടി ഉണ്ടാക്കുമോ നിങ്ങള് ആ കുട്ടിക്കായിട്ട്? ആ വീടുണ്ടാക്കും. അവിടെ മഞ്ഞൾ തേച്ച് കുട്ടീനെ പുറത്തിറങ്ങാണ്ട് ആണുങ്ങൾ ആരും നോക്കാൻ പാടില്ല. കല്യാണ ദിവസം മാത്രം അതിനെ നോക്കാൻ പാടുള്ളൂ. പെണ്ണുങ്ങൾക്ക് നോക്കാം, ആണുങ്ങൾക്ക് ഒരാൾക്ക് ചെറിയ കുട്ടി വരെ നോക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ കല്യാണം. അതായത് നിങ്ങൾ ചേച്ചി ഉദ്ദേശിച്ച് കല്യാണ സമയത്താണോ? അല്ല, ഈ പ്രായം തെക്കുന്ന സമയത്താണ്. അതെ അതെ. അന്ന് അത് കഴിഞ്ഞിട്ട് വെറും മഞ്ഞളോളം കുളിപ്പിച്ച. അതായത് ഒരു മാസം ഒരു മാസം അവിടെ തന്നെ കിടക്കും. ഒരാൾക്കും നോക്കാനും പാടില്ല. അമ്മക്ക് നോക്കാം, അമ്മക്ക് ആണുങ്ങൾക്ക് നോ. അത് ഭയങ്കര പുതിയ അറിവാട്ടോ ചേച്ചി. അപ്പൊ അങ്ങനെ ആയിട്ട് പിന്നെ കല്യാണം കഴിക്കുമ്പോ കുട്ടീനെ നല്ലോണം ഞങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നില്ല. അതിപ്പോ നല്ല വൃത്തിയായിട്ട് അവളെ ഒരുപ്പിച്ച് സാരി കൊടുത്ത് മുല്ലപ്പൂക്കെ ഇട്ട് നല്ല രസമായിരിക്കും അത് കാണാൻ. കളിയും അതൊക്കെ ആയിട്ട് നല്ല പരിപാടി. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാസർഗോഡ് ഒരു മാവില സമുദായക്കാരുണ്ടായിരുന്നു, അവർക്ക് മംഗലം കളി ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ ട്രഡീഷണലി അതെന്ന് പരമ്പരാഗതമായിട്ട് നിങ്ങളൊരു രാത്രി കല്യാണത്തിന്റെ ഒരു ഡാൻസോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. അമ്പലത്തിലുണ്ടോ? ഞങ്ങളവിടെ ഉണ്ട്. പിന്നെ ചീരാലമ്പലത്തിൽ ഇവൻക്കാർക്ക് അറിയാം. പിന്നെ ഇവിടെ പോയിട്ട് ഞങ്ങള് 7 ദിവസം പരിപാടി ഉണ്ട് അവിടെ. ചെണ്ടക്കൊട്ടും പെണ്ണുങ്ങളെ കളിയും. പിന്നെ അങ്ങനെ ആണെങ്കിൽ പോവും ചെയ്യും കേട്ടോ, അങ്ങനെ പുറത്ത് ഇങ്ങനെ കളിക്കാന് അങ്ങനെ ആണെങ്കിൽ വിളിക്കൂലോ? അതാ ചോദിച്ചു. അവര് പോകുന്നുണ്ടേ, അവരിങ്ങനെ ഇപ്പൊ എന്താ പറയാ, ഇതിന്റെ അയൽക്കൂട്ടല്ലേ, അതിലിപ്പോ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ പോലെ പാട്ടിന്റെ എല്ലാ കാര്യത്തിനും പോകും. നിങ്ങൾക്ക് അയൽക്കൂട്ടാണ് അല്ലേ, കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ പോലെ? എനിക്ക് പറയാനുള്ളത് നമ്മളെ ഹോം സ്റ്റേന്റെ സ്റ്റാർട്ടിംഗ് ടൈമില് നമ്മളിപ്പോ ഉണ്ടായിരുന്ന മൂപ്പറും ചേച്ചിന്റെ ഹസ്ബൻഡായിരുന്നു. ഓക്കെ. ഹോം സ്റ്റേയുടെ പേരെന്തായിരുന്നു? വൈൽഡ് വില്ല. അതായിരുന്നു മനോഹരമായ വില്ല. അവിടെ സത്യം അടിപൊളിയാണ്, നല്ല വൈബ്. ചേച്ചിന്റെ ബാലേട്ടൻ. ഈ വൈൽഡ് വില്ലിന്റെ പ്രത്യേകത ഞാനിതൊരു പ്രൊമോഷൻ ആയിട്ട് പറയല്ല, അവിടെ വന്നു കഴിഞ്ഞാല് ആസ് എ ഒരു ഗസ്റ്റിന് പുറമെ വി കുഡ് ഫീൽ സം മോർ തിങ്സ് ദാൻ ദാറ്റ്, ബിക്കോസ് ഭയങ്കര ഫീലായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ ഇവനാണെങ്കിലും ഇവന് മൊയലാളിയും സ്റ്റാഫ് തമ്മിലൊന്നുമല്ല, ഒരു ഏട്ടനെയും സംഭവമാണ്. എനിക്ക് തന്നെ ഞെട്ടിപ്പോയിട്ട് എന്താ സംഭവം എന്നുള്ളത്. ഇതുകൊണ്ട് ഇപ്പോൾ ചേച്ചിയോടുള്ള സമീപനം കണ്ടു അദ്ദേഹത്തിന്റെ, അതാണ് നമുക്ക് ആ ഒരു ഫീൽ അവിടെ നിന്ന് കിട്ടുന്നത്. അതായത് നമുക്കൊരു കുടുംബമായിട്ട് നിൽക്കാം, നമ്മളതിന് കിച്ചണിലൊക്കെ പോയി അരിയാൻ കൂടാം, ഭയങ്കര സെറ്റപ്പാണ്. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലോ ചേച്ചി ഇത്ര ഉഷാറായി നിന്നേ. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞൊരു സംഭവം അപ്പുറത്തുണ്ട് അറിയില്ലേ, അങ്ങനെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട വീടിന്റെ തേച്ച് അവിടെ മുള മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ, തേച്ചിട്ടുള്ള ഒരു സംഭവം കാണിച്ചാൽ. ഓ ഇങ്ങനെ ഇരിക്കും കേട്ടോ, തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലടാ ചേച്ചി ഇങ്ങനെ ഇരിക്കും അല്ലേ. നമ്മൾ ഈ മുളയിൽമേ തേക്കും കണ്ടോ, നമ്മൾ നേരത്തെ അത് വെച്ചാൽ ഈ മുള കണ്ടോ, നമുക്കിവിടെ അല്ലാ മണ്ണും ചാണകവും അല്ലേ ചേച്ചി, കളിമണ്ണും ചാണകവും മിക്സ് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പാ. അതെന്താ ഇവിടെ ആല അല്ലേ, ആല. ഒരു ആല കാണിച്ചു തരട്ടെ ഇവരുടെ തന്നെ, ഒക്കെ മുള കൊണ്ടുള്ള സെറ്റപ്പാ. രണ്ടും ആല, ചാണകം. പോത്തിനെ വളർത്തുന്ന ഇവരാണ് കണ്ടോ, തൊഴുതാവ് കണ്ടോ.
ഓരോ ഭക്ഷണ രീതികളെ കുറിച്ച്. പണ്ടത്തെ എങ്ങനെയായിരുന്നു പണ്ട്? പണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാദറൊക്കെ ആയിട്ട് അച്ഛൻ കാര്യങ്ങൾ കാലത്തൊക്കെ അവർ ഈ കാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ശേഖരിച്ച് വരുന്നതിലുണ്ടായിരുന്നേ? അപ്പൊ അത് എന്തൊക്കെയായിരുന്നു ഭക്ഷണങ്ങൾ കഴിച്ചത്? ഞങ്ങൾ പറയുന്ന നൂറ്റക്കിഴങ്ങെന്ന് പറയും. നൂറ്റക്കിഴങ്ങാണ് നമ്മളെ സ്ഥിരം ഭക്ഷണം. ഞങ്ങൾ അച്ഛനൊക്കെ കൊണ്ട് പണ്ട് കാലത്തിട്ട് അന്ന് വിശപ്പടക്കാല്ലേ വിശപ്പ് ഒന്ന് പുഴുങ്ങി. എന്ന് വെച്ചാൽ ഞങ്ങൾ 9 പേരാണ് ഒരു കുടുംബത്തിലുള്ളത്. അച്ഛനമ്മ പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കുറേ ആൾക്കാർ. അപ്പം അവരൊക്കെ മരിച്ച ശേഷം ഞങ്ങൾ അച്ഛനാണ് വയല്, അവര് ഫോറസ്റ്റ് വയലാണിത്. അവിടെ കുറച്ച് കൃഷി ഉണ്ടാക്കും, വയലിൽ ഇങ്ങനെ നെൽകൃഷിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ തുടങ്ങും. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ കാട്ടിലാണെങ്കിൽ മാനും അങ്ങനത്തെ ഒക്കെ ഞങ്ങൾ അടിക്കുന്നല്ല വെച്ചാൽ അങ്ങനെ ഇതാവുന്നല്ല. എന്താ വെച്ചാൽ കിട്ടും ആ കാലത്ത്. അപ്പൊ അങ്ങനെ അതായിട്ട് ഇങ്ങനെ പിന്നെ നൂറ്റക്കിഴങ്ങ് അങ്ങനെ പല സൈസ് കിഴങ്ങുകൾ അവിടെ കൊണ്ടുപോയി അച്ഛൻ കൊണ്ടുവന്നിട്ട് അവിടെ നെല്ലിലാണ് നമ്മൾ സാധാ പച്ചരി എന്ന് പറയും, നെല്ല് കൊണ്ടാക്കുന്ന ഇതില്ലേ അരി കൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് പണ്ടക്കാലം ആകെ ഭയങ്കര പ്രശ്നമല്ല ഭക്ഷണത്തിന്. അത് വെച്ച് 9 പേർക്ക് പിന്നെ ഡ്രസ്സിനായിട്ടും അത് എല്ലാ കാര്യത്തിനും എല്ലാം പിന്നെ അങ്ങനെ പാടായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എല്ലാരും പിന്നെ അപ്പത്തെ പണ്ടകാലത്തെ സ്കൂളിലേക്ക് പോകില്ല അങ്ങനൊക്കെ അല്ലേ, അത് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ മക്കളെ പഠിപ്പിക്കണല്ലേ? ഓ മക്കളൊക്കെ പഠിച്ചിട്ട് പഠിച്ച് ഒരു സംഗതി വായിച്ചു. വന്നോളൂ, തീർച്ചയായിട്ടും എല്ലാരും പരിചയപ്പെടണം. ബാലേട്ടനൊന്ന് കാണണം. ബോസ് എന്ത് പറയുന്നു? ബോസ് തെറ്റല്ല, ഇത് റെക്കോർഡായി, ഇനി ഡയലോഗ് മാറ്റാൻ പറ്റില്ല. റെക്കോർഡ് ഇതാണ് വൈൽഡ് വില്ല ഓണർ മിസ്റ്റർ ഹര. അടിപൊളിയാ ചേച്ചി, വൈൽഡ് വില്ല അടിപൊളിയാ. അടുത്ത് നമ്മൾ പോകുന്നത് കാട്ടിൽ തന്നെ ഹിഡൻ സ്പോട്ടിലോട്ടാണ് കേട്ടോ. പറയൂ സാർ. ഇതിലാണ് ആന മെയിനായിട്ട് വയലേക്ക് ഇറങ്ങുന്നത്. ഇതിൽ ട്രെഞ്ചൊന്നുമില്ല, പാതിവരെ ട്രെഞ്ചുള്ളൂ. ട്രെഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ആന മെയിനായിട്ട് വരുന്നത്. ഇതിൽ നേരെ ഇങ്ങനെ ഇറങ്ങി ആ വയലിലേക്കൊക്കെ ഇറങ്ങും ആന. നമ്മളിപ്പോ നിങ്ങൾ ആനനെ കാണിക്കാൻ കൊണ്ടുപോകണം ഹിഡൻ സ്പോട്ട്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം അല്ലേ? ഭാഗ്യമുണ്ടെങ്കിൽ കാണാന്ന് പറഞ്ഞു കേട്ടോ. നോക്കാം. കുടുംബനത്തിലൂടെയുള്ള യാത്ര. ഇതുണ്ടോ ടൂളുണ്ട്. ടൂള് മാത്രമൊന്നുമില്ല, ഇത് ഇവർ ഈ പറഞ്ഞ പോലെ വയലില് അല്ലേ ആന ഇറങ്ങുമ്പോൾ ഒന്ന് പേടിപ്പിച്ച് വിടാൻ വേണ്ടിയുള്ള സാധനങ്ങളാണിത്. പിന്നെ ഈ കുരങ്ങന്മാരൊക്കെ വരുമ്പോൾ അല്ലേ നശിപ്പിക്കാൻ വരുമ്പോൾ ഒന്ന് പേടിപ്പിച്ച് വിടാനുള്ളത് അല്ലേ. നല്ല ഇതൊക്കെയാ, നല്ല മിനുസം. അതായത് കുറച്ച് പഴക്കമുണ്ട് ഈ സാധനത്തിന് അല്ലടാ. പിടിച്ച് പഴക്കമായതാ അല്ലേ? അമ്മ സാധനമാണ് അല്ലേ? അതെ, ഞാൻ ഒന്ന് വിട്ടോട്ടെ. പിടിച്ച കല്ലിതാ. ഓക്കെ, ചെക്കൻ കല്ലും സെറ്റാക്കി, ഉണ്ട സെറ്റാക്കി കേട്ടോ ഗോയ്സ്. ക്യാമറ ഓടിക്കാൻ പറഞ്ഞാൽ മതി. ഗ്യാസ് തിരികെ ഗ്യാസ് ഞാൻ ടൂളൊന്ന് ഉപയോഗിച്ചോട്ടെ. എന്താടാ നീ പറ, എവിടെ കൊള്ളിപ്പിക്കണം? അതെ, ഈ മരത്തിൽ കൊള്ളിച്ചോ. എന്നെ കാണിക്ക്, അത് കാണിക്കും. ഈ മരത്തൊന്നും പോരാ, കുറച്ചുകൂടെ ലോങ് വരടാ. കുറച്ചുകൂടെ ലോങ് തരാൻ പറയും. വലിയ മരത്തിൽ കൊള്ളിച്ചോ. ഓക്കെ, അവിടെ ഏതാ വലിയ മരത്തിലാ? ഇനി ഞാൻ കൊള്ളിക്കത് വേണ്ടി ആക്ച്വലി ഇതിനൊരു എന്തോ ഒരു കാറ്റില് ദിശയിൽ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങളാണ് ഈ സമയം പിടിക്കുന്നത്. ഓഹോ ഗൂയിസ് ആമത്തെ പറടാ, ആളെ നിങ്ങടെ ആക്കി തന്നെ ഗൈസ്. ഇത് ഗൂയിസ് കണ്ട എന്താ തോട്. ഏത് കൊല്ലി? മുകളിൽ കൊല്ലിയുണ്ട്. കൊല്ലി മീൻസ് കാട് പോലെ തന്നെ, കാടിന്റെ ഉള്ളിൽ നേരെ ടോപ്പ് അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ല ഇതിലിപ്പോ ഞാനാണോ മൂപ്പൻ നീയാണോ? ആദ്യം പോ. ആണേ കൊടുങ്കാട്, എങ്ങോട്ട് പോകുന്ന? ആന പോയ വഴിയാന്ന് തോന്നുന്നു ഗൈസ്. എന്താ പറയാൻ ആന കൊടുക്ക്. എന്താ സംഭവം കാണിക്ക്. ഇത് ആന പോയ വഴി, ആനയുടെ നഖത്തിന്റെ പാടാണ് ഈ കാണുന്നത് തോന്നുന്നു. സംഭവം കണ്ടിട്ട് ആനയുടെ. അതെ 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 അതെ. ഇതുണ്ടോ ഇങ്ങനെ ഒരു ഇവിടെ ഒരു മിൻസ കണ്ടോ? നഖം തന്നെ മോനെ. ആന ഇപ്പൊ ഇതിനെ പാസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ.
ഇവിടെ എന്തിനും നടക്കുന്നു. എപ്പോ ആനയാവോ? കുറച്ച് വെളിച്ചം കിട്ടുന്ന സ്ഥലത്തെത്തി. ഇല്ലടാ, ഇതേതാ വഴി? നമ്മൾ വന്ന വഴിയാ അല്ലേ? ആകെ 1 ലിറ്റർ വെള്ളമാണ് കഴിച്ച് ഞങ്ങൾ കൊടുക്കുന്നത്. അത് മൊത്തം കള്ളായി മാറി കുടിച്ച് തീർത്തു. ഫുൾ ടൈം വെള്ളം കൂടി. അതെ, ഇല്യാസ് ഖാൻ്റെ ബിരിയാണി. ഓ മക്കളെ, ഇല്യാസ് ഖാൻ്റെ ബിരിയാണി അല്ലേ? അടിപൊളിയായിരുന്നു കേട്ടോ. ഏതാ സ്ഥലം മൊത്തേ? മുണ്ടൻകൊല്ലിയിൽ. ഇവ 2 വട്ടം കഴിച്ചിക്കണേ. ഒരു വടിയൊക്കെ കിട്ടീന് കേട്ടോ. അഥവാ പുലി വരികയാണെങ്കിൽ ആ കുത്തി അങ്ങോട്ട് വെറുതെ കേട്ടിട്ട് ഇനി ഫോറസ്റ്റുകാർ എന്നെ പൊക്കി കൊണ്ടുപോകണ്ട അല്ലേ? പക്ഷെ ഇതൊരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാട്ടോ അല്ലേ? അങ്ങനെ നമ്മൾ വയൽ ഏരിയകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു കാട് ഇങ്ങനെ ഇറങ്ങിയിട്ട് വന്നിട്ട് ഒരു വിശാലമായൊരു സ്ഥലം ഓക്കെ, പരന്ന് കിടക്കുന്നൊരു സ്ഥലം, വയൽ തന്നെ. ഇത്ര രസമല്ലേ? അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആയിരിക്കുമ്പോൾ ആനകൾ വരിക അല്ലേ? അതിൻ്റെ ഉള്ളിൽ നിന്നാവില്ല ആനകളൊക്കെ വരിക ഇറങ്ങി വരുന്നേ. ഫ്രഷ് ഗോയ്സ്, ഫ്രഷ് അല്ല, 2 ദിവസം പഴക്കമുള്ളൂ. അത് കൂടുതൽ ഇതാക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് അറിഞ്ഞു നോക്കാം. അതെ നമ്മളെ വാപ്പാനെ ഗോയ്സ്, പണി കിട്ടി ഗോയ്സ്. നിർബന്ധം പോണ്ടാ, ഇങ്ങോട്ട് വാ, നമുക്ക് മുത്തങ്ങ പിടിക്കാം. ഇത് കണ്ടോ, പോത്തിൻ്റെ കഴുത്തിലൂടെ ഒരു മാല പോലെ ഇട്ടിട്ട് അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അതായത് നടക്കുമ്പോൾ അത് ഇളകി കളിക്കും. പോത്ത് മിസ്സാവില്ലേ ആ സമയത്തില്ലേ, അറിയാൻ വേണ്ടിയിട്ടില്ലേ? അത് ഇതേ വരല് ഡോണ്ടു കുത്താൻ വരല്ലേ? ഇതുകൊണ്ടോ അവിടെ ആനക്കാല്, ഇത് നോക്ക് ആനക്കാല്. ആന കണ്ടോ കുഞ്ഞു പോയതുണ്ടോ ഇല്ലടാ? യെസ് ഓക്കെ. കരടി മതിയോ? എവിടെ? നേരെ ആ മരം കണ്ടില്ലേ, ആ മരത്തിന്റെ ചോട്ടിൽ കരടി മാന്തിയതാണ്. ആ മണ്ണിളക്കിയതോ അതില്ലേ? കരടി മാന്തിയാണ്. എന്നാ പിന്നെ പെട്ടെന്ന് പോവാണ് ഇപ്പര് കുടുംബനം. എന്തായാലും ക്യാമ്പിംഗ് മോലിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പുലി കൊണ്ടുപോയെന്നാണ് തോന്നുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഞാനായിരിക്കും. ഒരു മരം പറ. ഒരു മരം, ആ മരത്തിന്റെ തൊലി ചെത്തി വെള്ളം ഉണ്ടാക്കി കുടിച്ച അസുഖങ്ങളൊക്കെ അത്യാവശ്യം കുറയുന്നൊക്കെയാണ് പറയപ്പെടുന്നത്, അറിയപ്പെടുന്നത്. ആ മരം ഏതാണ്? ഇതാ കാണുന്ന മരം, ഈ ചെത്തി കണ്ടാ? അത് തന്നെ. ഓ ഫൈനലി ഞങ്ങൾ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സത്യം ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടുവിലൂടെയൊക്കെ പോകുന്ന ഗ്രാമത്തിലിറങ്ങി ഇങ്ങനെ എത്തി. ഇപ്പുറത്ത് കണ്ട ഈ ഗേറ്റിൻ്റെ അപ്പുറത്ത് കണ്ട ഇമ്മാതിരി സാധനം. അത് ഇതൊന്നും പുലിയോ ആനെന്തോ ആയിക്കോട്ടെ,
പൊട്ടിച്ച് കിടക്കാണ്ടിരിക്കും. പക്ഷെ ഇത് എപ്പോഴും ഓപ്പൺ ആയിട്ട് ചെയ്യുന്നു കേട്ടോ, അതാണ് ഒരു കോമഡി. ഇത് രാത്രി അടക്കുമോ അല്ലേ? അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി ഗൈസ്. യെസ്, കാട്ടിലെ സായാഹ്നം ആസ്വദിച്ച് ഞങ്ങളിതാ പുറത്തെത്തിയിരിക്കുന്നു. മോനെ താങ്ക് യു. ഞങ്ങളിത് എത്തിയാട്ടാ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. മുറുക്കും നന്നായിട്ടാ അവിടെ അല്ലേ? മുറുക്കാൻ നന്നായി യൂസ് ചെയ്യും. ഇതാണ് ബാബു സ്റ്റോഴ്സ്. എടാ നമസ്കാരം, എന്താ വിശേഷം? ഇത് ഒരു ബ്ലോഗറാണ്. നമ്മുടെ നാടും പരിസരമൊക്കെയാണ്. കാട്ടിലെ സായനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ എന്തിനും കുടിക്കാൻ വേണ്ടി വന്നിരിക്കുക. ബാബേട്ടത്തെ കട സോഡ സർബത്ത്. നമ്മൾ നേരത്തെ ചേച്ചിയും വീടും കണ്ടില്ലേ? ഓരോ മോനാട്ടത്. എന്താ പേരിടാ? അമ്മനെ കണ്ടായിരുന്നോ? അമ്മ കുറേ കഥകൾ പറഞ്ഞെന്ന്. വീട്ടിലൊരു സംഭവം കൂടെ പഴയ സെറ്റപ്പ് വീണ്ടും ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിന്റെ പണി കുറച്ചുകൂടെ ബാക്കിയുണ്ടല്ലേ? അതൊക്കെ ഉണ്ടാക്കറിയത്? ഇപ്പൊ പഠിക്കണ്ടോ? പഠിക്കുന്നില്ല. പണി എന്ത് പണി? അതൊക്കെ അല്ലേ? ഒരുപാട് നാട്ടെ പച്ചയും മീനും പച്ച ചുമലൊക്കെ ഉണ്ടാവും അതന്നെ. ഫേസ്ബുക്കിലല്ലേ ആക്റ്റീവ്? കണ്ടാ കണ്ടാ ഏത് വീഡിയോസ് ഫേസ്ബുക്ക് എത്തും. നിങ്ങളും കാണും. അവിടാ എത്ര വർഷമായി കട? കട 25 വർഷമായി. 26-ാമത്തെ വർഷത്തോ. നിങ്ങൾ തന്നെയാണോ? ബിൽഡിംഗ് അറിയാം. ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഞാൻ തന്നെ. അതന്നെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മളെ ഇവരുടെ അച്ഛനും കൂടി ഉണ്ട്. ഉണ്ട്. മൂപ്പരാണോ ബാബു? അതങ്ങളോ? ബാബു ഞാൻ തന്നെ. ബാബേട്ടന്റെ കട എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് ഇതാണ്. ബാബേട്ടൻ ഇതാണ് ആ ബാബേട്ടൻ. എല്ലാരും തേടിക്കൊണ്ടിരിക്കുന്ന ബാബേട്ടൻ. നല്ല നാടൻ തേന് നമ്മളൊക്കെ എന്തൊക്കെ ഉണ്ട് പറയാ? തേന് നാടനോ? തേന് മാത്രമല്ല, തേന് ഇവിടെ നമ്മളെ ട്രൈബേഴ്സ് കൊണ്ടുതരും. ഒറിജിനൽ തേനൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ബാബേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടും. വിളിച്ചല്ല. അനീസ് ഭായിയുടെ പുതിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇവിടെയും റൂമും പരിപാടിയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. കയറി നോക്കാം. ഓ സെറ്റാണല്ലോ മുത്തേ. ഓ ഇത് കൊള്ള. പുറത്തുനിന്ന് നോക്കുമ്പോ പോലെ അല്ല ഗൂയ്സ്. മോനെ 10 ആളുകളൊന്ന് വിളിക്കാലോ. ഇത് വർക്കാവും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പുതിയ അറിവുകളും കാട്ടിലൂടെ യാത്ര അടിപൊളിയായിരുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നവർ യൂട്യൂബ് ചാനലൊന്ന് പോയി നോക്ക്. ക്യാമ്പിംഗ് പോലെ തന്നെയാണ്, അടിപൊളിയാണ്, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കാട് കാണാൻ കഴിഞ്ഞു. ഇതുപോലെ ഒരുപാട് കാഴ്ചകളും ആളുകളും സംസ്കാരങ്ങളും ഭാഷകളും എല്ലാം ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്ക് ബൈ.